iPhone 17 Proയുടെ വീഡിയോസ് നമ്മൾ മുമ്പ് നോക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം പോർട്രേറ്റ് ഫോട്ടോ മോഡൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കാണുന്ന ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 17 Proയുടെ സിനിമാറ്റിക് മോഡിൽ f5.6ലാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതിൽ ആസ്പെക്ട് റേഷ്യോ 4:3 ഏറ്റവും കൂടുതൽ ഏരിയ ക്യാപ്ചർ ആവുന്നത്. അതുകൊണ്ട് ഫോട്ടോസ് എല്ലാം അതിലാണ് എടുത്തത്. ഇതിൻ്റെ പോർട്രേറ്റ് ഫോട്ടോ മോഡിൽ മുകളിൽ റൈറ്റിലുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അപ്പേച്ചർ കൺട്രോൾ കിട്ടും. അപ്പേച്ചർ 2.8 താഴേക്ക് ഞാൻ വെക്കാറില്ല. സബ്ജക്റ്റിനെ കട്ട് ചെയ്ത് ആ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച ഒരു ഫീൽ ആയിരിക്കും. F4ലും 5.6ലും ഒക്കെ കുറെ കൂടെ നാച്ചുറൽ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും ആയിട്ടുള്ള ഡിസ്റ്റൻസ് കൂടിയാൽ നാച്ചുറൽ ആയിട്ട് ആ ഡെപ്തും വന്നോളും. ഈ ക്യാമറയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് അതിൻ്റെ ഫോട്ടോഗ്രഫി സ്റ്റൈൽസ് ആണ്. അതിൽ നാച്ചുറൽ വെച്ചാൽ നാച്ചുറൽ കളേഴ്സിൽ ഷാഡോസ് മെയിൻറ്റെയിൻ ചെയ്തുള്ള ഫോട്ടോസ് ആയിരിക്കും. മിക്ക സിറ്റുവേഷൻസിലും അത് കാണാനും നല്ല സെറ്റായിരിക്കും. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് നല്ല കോൺട്രാസ്റ്റ് ഉള്ളൊരു ലുക്കാണ്, അത് നൈസായിരുന്നു. ഡ്രമാറ്റിക് എന്നുള്ള സ്റ്റൈലിൽ നമ്മുടെ ബ്ലൂ കളറിൽ ഗ്രീൻ ആഡ് ചെയ്തുള്ള ഒരു അക്വാ ബ്ലൂ ടോണിലേക്ക് കൊണ്ടുവരും. ശരിക്കും ഇതിൽ ഫോട്ടോസ് എടുക്കുന്നതിനേക്കാളും എഡിറ്റിംഗ് ഫീച്ചേഴ്സ് അടിപൊളിയായിരുന്നു. ഒരു നോർമൽ ഫോട്ടോ മോഡിലെടുത്ത ഇമേജിൽ ഫേസ് ഉണ്ടെങ്കിൽ അത് പിന്നീട് എഡിറ്റിൽ പോർട്രേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ മുകളിൽ ലെഫ്റ്റിൽ കാണുന്ന പോർട്രേറ്റ് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് അത് എനേബിൾ ചെയ്താൽ മതി. ഇനി അതിൻ്റെ ഡെപ്ത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ താഴെയുള്ള എഡിറ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, അപ്പേച്ചർ സെറ്റ് ചെയ്യുക. ഇനി ഏറ്റവും കിടിലൻ സംഭവം, ഈ ഫോട്ടോഗ്രഫി സ്റ്റൈൽസ് ഫിൽറ്റേഴ്സ് പോലെ ഇമേജസിൽ ബേൺ ആയിട്ടല്ല വരുന്നത്. ആ ഇമേജ് ഡാറ്റ കീപ്പ് ചെയ്ത് അതിന് മുകളിൽ ഇത് അപ്ലൈ ആവുകയാണ്. സോ എഡിറ്റിൽ നമുക്ക് വേറെ സ്റ്റൈൽ പിടിക്കണമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഡീഫോൾട്ട് സ്റ്റൈൽസ് മാത്രമല്ല, നമുക്കതിനെ നമ്മുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. കളേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി, ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, അങ്ങനെ എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ജസ്റ്റ് ഈ പോയിന്റ് മാറ്റി വെച്ച് നോക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നാച്ചുറൽ ലൈറ്റ് എഫക്റ്റ് മാറ്റി സ്റ്റുഡിയോ ലൈറ്റിലേക്ക് ആക്കാനും എഡിറ്റിൽ പറ്റും. സ്റ്റുഡിയോ ലൈറ്റിൽ നമ്മുടെ സബ്ജക്റ്റിനെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ലൈറ്റ് ചെയ്യും. ഈ ഫോണിൽ നമ്മുടെ വിവോയിലുള്ള പോലെ ബൊക്കെ എഫക്ട്സ് ഒന്നും കണ്ടില്ല. പക്ഷേ ഈ ഫോട്ടോഗ്രഫി സ്റ്റൈൽസ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരുപാട് നേരം വെയിലത്ത് ഷൂട്ട് ചെയ്തപ്പോൾ ഫോണിൽ കുറച്ച് ബഗ്ഗുകൾ ശ്രദ്ധിച്ചു. സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരുമാതിരി വിയേർഡായിട്ട് റൊട്ടേറ്റ് ആവുക, കുറച്ച് പോർഷൻസ് മാത്രം റൊട്ടേറ്റ് ആവും, ബാക്കി ബ്ലാക്ക് ആയിട്ടിരിക്കും. പിന്നെ നല്ല വെയിലത്തും ബ്രൈറ്റ്നസ് മാക്സിമം ആവാണ്ടിരിക്കുക. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്ന ഫോണിൽ നിന്ന് ഇങ്ങനത്തെ ബഗ്ഗുകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സ്റ്റിൽ ആ പോർട്രേറ്റ് മോഡ് നൈസായിരുന്നു. ഈ ഇഷ്യൂസ് ഒരുപാട് നേരം വെയിലത്ത് ഷൂട്ട് ചെയ്തപ്പോഴായിരുന്നു ഉണ്ടായത്. അതൊരിക്കലും ഒരു ഡീൽ ബ്രേക്കർ ഒന്നുമല്ല, ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ സോർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. പാക്കല.